ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന ആരോപണം UDF സ്ഥാനാർത്ഥി ശ്രീ കെ മുരളീധരൻ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ 2-3 കാര്യം നമ്മൾ പരിശോധിക്കണം. അതിലൊന്ന്, BJP കേന്ദ്ര നേതൃത്വം ഇത്തവണ ഏറ്റവും അധികം ലക്ഷ്യമിടുന്നത് സൗത്ത് ഇന്ത്യയാണ്. അതിന് കാരണം നോർത്ത് ഇന്ത്യയിൽ അവർ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുകയും കിട്ടാനുള്ളത് മുഴുവനും BJPക്ക് കിട്ടി. എന്നാൽ ഇപ്പോഴും അവരുടെ ഒരു ന്യൂനതയായിട്ട് കാണുന്നത് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു ന്യൂനതയായി ഇപ്പോഴും അവശേഷിക്കുന്നത് കൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും BJP ലക്ഷ്യമിടുന്നത് സൗത്ത് ഇന്ത്യയാണ്. അത് നടക്കുമോ എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ ആ സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തൃശ്ശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ BJP ലക്ഷ്യമിടുന്നു. അതിനായി സുരേഷ് ഗോപിയെ കാലക്കൂട്ടി ഇറക്കുന്നു. നിരന്തരമായി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വരുന്നു. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൃശ്ശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു. അതുപോലെ തന്നെ തൃപ്രയാറിലെ ക്ഷേത്രം സന്ദർശിക്കുന്നു. നിരന്തരമായി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ തൃശ്ശൂരിൽ വന്ന് പ്രചരണം നടത്തി എങ്ങനെയെങ്കിലും ഈ മണ്ഡലം പിടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേനാൾ ദല്ലാൽ നന്ദകുമാർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, EP ജയരാജനുമായി BJPയുടെ പ്രഭാരി കൂടിയായിട്ടുള്ള ഇൻചാർജ് ആയിട്ടുള്ള പ്രകാശ് ജാവേദ്കറുമായി EP ജയരാജൻ സംസാരിച്ചു. ആ സംസാരത്തിൽ പ്രധാനമായും BJP മുന്നോട്ട് വെച്ചത് തൃശ്ശൂർ അവർക്ക് ജയിക്കാൻ സഹായിക്കണം. തൃശ്ശൂർ അവരെ ജയിപ്പിക്കാൻ സഹായിച്ചാൽ എന്ത് വേണമെങ്കിലും പകരം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരാം എന്ന് BJP നേതൃത്വം CPM നേതൃത്വത്തിനോട് സംസാരിച്ചു. EP ജയരാജൻ വഴി സംസാരിച്ചു എന്നാണ് ആ വെളിപ്പെടുത്തൽ. അപ്പോൾ ഈ വെളിപ്പെടുത്തലും BJPയുടെ ഈ ലക്ഷ്യവും എങ്ങനെയെങ്കിലും ഈ സീറ്റ് പിടിക്കണം എന്നുള്ള, കാരണം ഒരു സീറ്റ് പിടിക്കാൻ BJP തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് ഏറ്റവും നന്നായി അറിയുന്ന വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പിടിച്ചെടുക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും അവർ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീ കെ മുരളീധരൻ പറയുന്ന ക്രോസ് വോട്ടിംഗ് ആരോപണമൊക്കെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. എന്നാൽ CPMന്റെ പ്രവർത്തകരോട് പോയിട്ട് ക്രോസ് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യും എന്ന് നമുക്ക് തോന്നുന്നില്ല. അത് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തായിരിക്കും യഥാർത്ഥ UDF സ്ഥാനാർത്ഥി ഇങ്ങനെ ഒരു ആരോപണം വോട്ടെടുപ്പ് വേളയിൽ ഉന്നയിക്കുന്നതിനെ നമുക്ക് വോട്ടുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും UDF സ്ഥാനാർത്ഥിയും UDF നേതാക്കളും നിരന്തരമായി ഇത് പറയുന്നുണ്ടെങ്കിൽ ട്രസ്റ്റഡ് സോഴ്സുകളിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും? ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ UDF നേതൃത്വം പറയുന്നത് CPM നേതാക്കൾ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ഒരാഴ്ച നിർജീവമായിരുന്നു, സജീവമായിരുന്നില്ല പല കാര്യങ്ങളിലും എന്നാണ് പറയുന്നത്. അത് പരിശോധിക്കുമ്പോൾ, ആ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 1250 ബൂത്തുകളാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഈ ബൂത്തുകളിലൊക്കെ തന്നെയും പ്രവർത്തനം നിർജീവമാക്കിയാൽ തന്നെ CPMനുള്ള വോട്ടുകൾ ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും 100 വോട്ടുകൾക്കടുത്ത് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കേണ്ട, അതായത് പോൾ ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത വോട്ടുകളുണ്ട്. ഇത്തരം വോട്ടുകളുടെ കണക്ക് എടുത്തതിന് ശേഷം ആ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മുന്നണികളാണ്. UDFും LDFും BJPയാണ്. ഇത്തവണ BJP അക്കാര്യത്തിൽ കുറെ കൂടുതൽ ജാഗ്രത പാലിച്ചിട്ടുണ്ട്. അങ്ങനെ BJP ജാഗ്രത പാലിക്കുന്നു. എല്ലാ ബൂത്തുകളിലും മാക്സിമം വോട്ടർമാരെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം BJP നടത്തുന്നു. എന്നാൽ CPM ആ കാര്യത്തിൽ അല്പം പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ആരോപണം എന്ന് പറയുന്നത്, ഇത് പ്രത്യക്ഷത്തിൽ നമുക്കൊരാളോട് പോയിട്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ CPMന് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ BJP പ്രവർത്തകർ കാൻവാസ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ 1250 ബൂത്തുകളിൽ ഈ പറഞ്ഞ നിലയിൽ നമുക്ക് പരിശോധിച്ചാൽ അറിയാം 70 മുതൽ 100 വരെ വോട്ടുകളൊക്കെ ഇങ്ങനെ പോൾ ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത, എന്നാൽ നമ്മൾ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് വോട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ആരാണോ അതിന് മുൻകൈ എടുക്കുന്നത് അവർക്കായിരിക്കും ആ വോട്ട് പോകുക. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനം ബൂത്ത് തലത്തിൽ അത്തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും സംശയിക്കുന്നത്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാതെ ഒരു CPMന്റെ കേഡറോട് പോയിട്ട് BJPക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള സാധ്യത ഇല്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം, പ്രവർത്തനം നിർജീവമാക്കി അല്പം പിന്നോട്ട് നിന്നാൽ ആ ചാൻസിൽ BJPക്ക് കയറി അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. മാധ്യമങ്ങളിൽ നിന്നും വന്ന വാർത്തക്കനുസരിച്ച് ഇത്തവണ ഈ പുറത്തു നിന്നുള്ള വോട്ടുകളൊക്കെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുള്ള വലിയ സജീവമായ പ്രവർത്തനം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആ കാര്യത്തിൽ ചില വീഴ്ചകൾ BJPക്ക് സംഭവിച്ചിട്ടുണ്ട്
എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ഒരു കാര്യം, ഈ ബൂത്ത് തലത്തിൽ നടക്കുന്ന ഈ നിർജീവമായ പ്രവർത്തനം പൊതുവെ വോട്ട് എന്താ പറയുക, നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളെ തോൽപ്പിക്കുന്നതിന് വളരെ കൃത്യമായിട്ട് ആരും അറിയാതെ എടുക്കാവുന്ന ഒരു പണിയാണ് അല്പം നിർജീവമാക്കുക. പ്രവർത്തനത്തെ ഒന്ന് പിന്നോട്ട് കൊണ്ടുവന്നാൽ ഇത്തരുണത്തിൽ പ്രത്യേകിച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിൽ അത് വിജയപരാജയങ്ങളെ നിശ്ചയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം, ഈ ക്രോസ് വോട്ടിംഗ് വിവാദവും ഇതൊക്കെ നിലനിൽക്കുമ്പോഴും തൃശൂർ മണ്ഡലത്തിൽ ഇപ്പോഴും UDF വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നുന്നത്, ഒന്ന് കേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ തൃശ്ശൂര് UDFന് അനുകൂലമായാണ് ചിന്തിക്കുന്നത്. അതിനൊരു ഉദാഹരണമുണ്ട്. 2014 KP ധനപാലനായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. വലിയ സംഘടനാ തർക്കങ്ങൾ തൃശ്ശൂരിൽ നിലനിന്നിരുന്നു. പൊതുവെ അങ്ങനെ നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. 2014 സവിശേഷമായ സാഹചര്യത്തിൽ അന്നത്തെ സിറ്റിംഗ് MP ആയിരുന്ന PC ചാക്കോ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വികാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചാലക്കുടിയിലേക്ക് പോയി. ഒട്ടും ഇഷ്ടമില്ലാതെ ചാലക്കുടിയിലെ സിറ്റിംഗ് MP ആയ KP ധനപാലൻ തൃശ്ശൂരിലേക്ക് വന്നു. ആ 2014 പ്രവർത്തനങ്ങൾ തന്നെ വളരെ നിർജീവമായിരുന്നു. ഇലക്ഷൻ പ്രവർത്തനം തന്നെ പരിശോധിച്ചാൽ അന്ന് ഞങ്ങളൊക്കെ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നാട്ടിലുണ്ടായിരുന്ന ആളുകളാണ്. വളരെ നിർജീവമായ പ്രവർത്തനമാണ് UDFന് വേണ്ടിയിട്ട് 2014 നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പോലും 38% വോട്ടുകൾ നേടാൻ KP ധനപാലന് കഴിഞ്ഞു. അന്ന് 42% വോട്ട് നേടിയ CN ജയദേവനാണ് വിജയിച്ചതെങ്കിലും അന്നും 38% വോട്ടുകൾ നേടാൻ KP ധനപാലന് കഴിഞ്ഞു. അതായത് ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 38% എന്നുള്ളത് ഈ 10 വർഷത്തെ കണക്കെടുക്കുമ്പോൾ മിനിമം ഏറ്റവും ചുരുങ്ങിയത് 38% വോട്ട് UDFന് നേടാൻ കഴിയുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സംഘടനാ വിഷയങ്ങളും പ്രവർത്തനം നിർജീവമായിട്ട് പോലും അങ്ങനെ ഒരു സാഹചര്യം തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പാറ്റേണിൽ 38% എന്നുള്ളത് UDFന്റെ ഉറച്ച വോട്ടുകളാണ്. മാത്രമല്ല 2019 വരുമ്പോൾ ശ്രീ TN പ്രതാപൻ മത്സരിക്കുമ്പോൾ അത് 39%, 40% അടുത്തേക്ക് വന്നു. പക്ഷെ CPIയുടെ വോട്ടുകൾ 42 നിന്നും 31 പോയി. ഞാൻ പറഞ്ഞു വന്നത്, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നിലവിലെ വോട്ടിംഗ് പേഴ്സൻറ്റേജ്, ആകെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ 38% എന്ന് പറയുന്നത് സേഫാണ്. ആ വോട്ട് നേടാൻ സാധ്യതയുള്ള ഏക സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ വരുമ്പോൾ 38% വോട്ട് UDF സ്ഥാനാർത്ഥി നേടിയാൽ പിന്നീടുള്ള 2 സ്ഥാനാർത്ഥികളും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, ഈ 2 സ്ഥാനാർത്ഥികൾ ഒരാൾ 24% താഴെ പോയാൽ മാത്രമാണ് അടുത്തൊരു സ്ഥാനാർത്ഥിക്ക് 38% മറികടന്ന് വിജയിക്കാൻ കഴിയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ BJPയും CPIയും വളരെ ശക്തമായി പോരാട്ടം നടത്തിയ ഈ മണ്ഡലത്തിൽ 30% താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും. 29-28% അല്ലെങ്കിൽ 30-31% BJPയും അതുപോലെ തന്നെ 33-32% CPIയും നിൽക്കാനുള്ള സാഹചര്യമാണ്. അതല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി, ഈ 2 സ്ഥാനാർത്ഥികളിൽ ഒരാൾ 24% താഴേക്ക് 20% വന്നാൽ സ്വാഭാവികമായി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പോളിംഗ് ശതമാനം, മൊത്തം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയത് 20% താഴെയാകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സുനിൽ കുമാറിന് 30% മുകളിൽ വോട്ട് പിടിച്ച് ജയിക്കാൻ കഴിയും. അങ്ങനെ ഒരു സാധ്യത നിലവിലില്ല. രണ്ടുപേരും കട്ടക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ 30 അതുപോലെ 31-31% വോട്ടുകളാണ് ഈ NDA മുന്നണിയും അതുപോലെ തന്നെ LDF മുന്നണിയും പിടിക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ വരുമ്പോൾ 2014-ലെയും 2019-ലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ 38% എന്ന സേഫ് സോണിൽ നിൽക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, UDF ആണ്. അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളും നിലനിൽക്കുമ്പോൾ പോലും കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDFന് അനുകൂലമാണ് തൃശ്ശൂരിലെ റിസൾട്ട് എന്ന് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം അതൊരു ഘടകമാണ്. ഒരുപക്ഷെ ഈ നാട്ടികയിലും അതുപോലെ തന്നെ തീരദേശ ബെൽറ്റുകളിലും TN പ്രതാപന് ലഭിച്ച ചില വോട്ടുകൾ ഇത്തവണ ശ്രീ K മുരളീധരന് ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് പ്രധാനമായിട്ടും ധീവരസഭയുടേതാണ്. അത് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നുള്ള അത്തരം വോട്ടുകൾ TM പ്രതാപൻ അത് ആ വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടും അവരുമായി വലിയ ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നേതാവാണ്. ഒരാൾ ആ വിഭാഗത്തിൽ നിന്നായതുകൊണ്ട് മാത്രം വോട്ട് ലഭിക്കണമെന്നില്ല. പക്ഷെ അവരോടൊപ്പം അവരുടെ ഒരാളായി അതിൽ അഭിമാനത്തോടു കൂടി എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്തരം വോട്ടുകൾ TN പ്രതാപന് 2019 ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ വോട്ടുകൾ അതേപോലെ ഇത്തവണ മുരളീധരന് ലഭിക്കണമെന്നില്ല. അത് അവർ പലരും BJPക്കാർ കൂടിയാണ്, BJP അനുഭാവികളും BJP പ്രവർത്തകരാണ്, ശക്തമായ BJP പ്രവർത്തകരാണ്. ആ വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ തൃശ്ശൂരിൽ ഉൾപ്പെടെ K മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വെച്ച് ഞാൻ ഈ പറഞ്ഞ ഈ 38-39% നേരത്തെ പറഞ്ഞത് അതിൽ നിന്ന് വല്ലാതെ പിറകോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് UDFന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ലഭിക്കുന്ന വോട്ടിംഗ് പെർസെന്റേജിന്റെ പാറ്റേൺ വെച്ചിട്ട്
UDF-ന് തന്നെയാണ്. കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ 38-ൽ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല. മറ്റു 2 സ്ഥാനാർത്ഥികളും കട്ടക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരിൽ ആരും തന്നെ 20%-ലേക്കോ അല്ലെങ്കിൽ 24%-ന് താഴെയിലേക്കോ ഒരാൾ പോലും വരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി മാറും. ക്രോസ് വോട്ടിംഗ് മറ്റു എല്ലാ ആരോപണങ്ങളെയും മറികടന്നുകൊണ്ട്. മാത്രമല്ല, കണക്കുകളിലൊന്നും ഒരു കാര്യമില്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണക്ക് എന്ന് പറയുന്നത് ആർക്കും അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയുന്നല്ല. ആരൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കണക്കുകൾ ഒരു ഏറെക്കുറെ ഒരു ധാരണ ലഭിക്കുമെന്നല്ലാതെ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ കണക്കുകളുടെ വെളിച്ചത്തിൽ UDF-ന് അനുകൂലമാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.